നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷിക ദിനം പ്രതിഷേധ ദിനമായി മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. UDF സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. UDFന്റെ സെക്രട്ടേറിയറ്റ് വളയലിനിടെ നോർത്ത് ഗേറ്റ് സമരക്കാരും പോലീസുകാരും തമ്മിൽ സംഘർഷം. സമരം നടക്കുന്ന ഗേറ്റിലൂടെ ജീവനക്കാരെ പോലീസ് കടത്തിവിട്ടതിനെ ചൊല്ലിയാണ് പ്രശ്നമുണ്ടായത്. പോലീസ് സമരം പൊളിക്കാനുള്ള ശ്രമമാണെന്നാണ് പ്രതിഷേധകരുടെ ആരോപണം. പോലീസും പ്രതിഷേധകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നികുതി വർധന, കാർഷിക പ്രശ്നങ്ങൾ, അഴിമതി, സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരിന്റെ ധൂർത്ത് തുടങ്ങിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിനെതിരായി കുറ്റപത്രം പ്രതിഷേധ സമരത്തിനിടയിൽ വായിച്ചിരുന്നു. പാളയത്ത് BJPയുടെ രാപ്പകൽ സമരവും പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തലസ്ഥാനത്ത് ഉച്ചവരെ ഗതാഗത നിയന്ത്രണമുണ്ടായിരുന്നു. MG റോഡിൽ പാളയം സ്റ്റാച്യു ഓവർബ്രിഡ്ജ് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ആശയം അതാണ് പ്രഖ്യാപനം. ആ പ്രഖ്യാപനം സത്യമാക്കുക, യാഥാർത്ഥ്യമാക്കുക ഈ UDF നടത്തുന്ന ഈ ധർമ്മ സമരം, ജനകീയ സമരം, ജനകീയ പ്രക്ഷോഭം വിജയിപ്പിക്കുക എന്നതാണ്. അടിച്ചൊതുക്കാൻ നോക്കണ്ട. നിയമം ലംഘിച്ച് മത്സ്യബന്ധന വള്ളം കൈക്കുഞ്ഞു ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായി സർവീസ് നടത്തിയ സംഭവത്തിൽ ശക്തമായ നടപടിയുമായി ഫിഷറീസ് വകുപ്പ്. സർവീസ് നടത്തിയ വള്ളവും എഞ്ചിനും കസ്റ്റഡിയിലെടുത്തു. മത്സ്യബന്ധനയാനം ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കൽ, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് എന്നിവ ഇല്ലാതെയുള്ള യാത്ര, മത്സ്യബന്ധനയാനം ഓടിക്കാനുള്ള സ്വാങ്ക് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചത് തുടങ്ങിയവയ്ക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ചുമത്തി നടപടിക്കായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി. പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. വള്ളമുടമയ്ക്കും വള്ളം ഓടിച്ചയാൾക്കുമെതിരെ കേസെടുക്കാൻ പോലീസിന് വിവരം നൽകി. സ്വാങ്ക് ഒളിവിലാണ്. തിരൂർ പടിഞ്ഞാറേക്കര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പസ്കി എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ കാരിയർ വള്ളമായ ചെറുവഞ്ചിയിലാണ് സ്ത്രീകൾ ഉൾപ്പെടെ 7 പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം യാത്ര നടത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് പിന്തുടർന്നെങ്കിലും ഇവർ വേഗത്തിൽ തിരികെ മടങ്ങിയതിനാൽ പിടികൂടാനായില്ല. കർണാടകയിൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ് സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಭಯ ಅಥವಾ ಪಕ್ಷಪಾತವಿಲ್ಲದೆ, ರಾಗದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ನ್ಯಾಯವಾದುದನ್ನೇ ಮಾಡುತ್ತೇನೆಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಸಿದ್ದರಾಮಯ್ಯ ಎಂಬ ಹೆಸರಿನ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿದು ಬರುವ ಯಾವುದೇ ವಿಷಯವನ್ನು ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳ ಯುಕ್ತ ನಿರ್ವಹಣೆಗೆ ಅಗತ್ಯವಾಗಬಹುದಾದ ಸಂದರ್ಭದಲ್ಲದೆ ಅನ್ಯಥಾ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ಅಥವಾ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ತಿಳಿಸುವುದಿಲ್ಲ
ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി തേജസ് യാദവ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേൽ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നടനും രാഷ്ട്രീയ നേതാവുമായ കമൽഹാസന്റെ സാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടു. മുഖ്യമന്ത്രി പദത്തിൽ സിദ്ധാരാമയ്യയ്ക്ക് രണ്ടാം ഊഴമാണിത്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ച് LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, പത്താം സമ്മാനം ഡിന്നർ സെറ്റ്, മറ്റനേകം സമ്മാനങ്ങളും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ് എന്നിവ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 9953 64940 9544 895983. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപൻ ഡിസ്കൗണ്ട്. സന്ദർശിക്കൂ മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഇനി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി മൽപ്പിടിക്കേണ്ടതില്ല. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകൾ കൂടാതെ 2 വീലർ സ്പെയർ പാർട്സ്, ഹൗസ് ഹോൾഡ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ഇലക്ട്രോണിക്സ് സംബന്ധമായ എല്ലാവിധ വർക്കുകൾക്കും സന്ദർശിക്കൂ SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 8547400047. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൻപൻ വിലക്കുറവിൽ. SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി.